നമസ്കാരം. കോൺഗ്രസ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ പ്രഖ്യാപനം ഇതിനോടകം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആന്റണി റിപ്പോർട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ നേതൃത്വ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റത്തെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മതേതരത്വ മുഖത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഈ മുന്നേറ്റം ആർക്ക് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? മുസ്ലിം വോട്ടുകൾ 2014 കൂടെ നിൽക്കുമെന്ന് കണ്ടപ്പോൾ ഹൈന്ദവ വോട്ടുകൾ തിരിഞ്ഞു എന്നുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മുന്നേറ്റമെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബാബരി മസ്ജിദ് തച്ചു തകർത്ത് അക്രമവുമായി മുന്നോട്ട് പോയ സംഘപരിവാറിന്റെ അണികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഹരീഷ് റാവത്തിന്റെ ഈ പ്രഖ്യാപനം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഒരു മാധ്യമം എന്ന നിലയിൽ ബാധ്യത തന്നെയാണ്. രാഹുലിന്റെ അറിവോടുകൂടിയാണ് ഈ തീരുമാനമെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് എടുത്തു പറയേണ്ടി വരും. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ BJPയും VHPയും ഒന്നാകെ കൂട്ടുനിന്ന് അതിനെ പിന്താകുമ്പോൾ ശിവസേന അണിയറയിൽ ചരട് വലിക്കുമ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇവർക്കൊക്കെ മുൻപേ ചെല്ലാമെന്നുള്ള ഹരീഷ് റാവത്തിന്റെ തീരുമാനത്തിന് കൈയടിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു നേതൃത്വത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ ഖേദം തന്നെയുണ്ട്. രാമക്ഷേത്ര ഭൂമിയെ ലക്ഷ്യമിട്ട് നടക്കുന്നത് സംഘപരിവാറാണ്. സംഘപരിവാറിലേക്ക് പോകുന്ന ഈ തീവ്ര ഹിന്ദുത്വ സമീപനത്തെ ചോദ്യം ചെയ്യൽ അവകാശം തന്നെയാണ്. മതേതരത്വ മുഖത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും കർഷകരോടൊപ്പം മുസ്ലിങ്ങളും വോട്ട് നൽകാൻ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹരീഷ് റാവത്ത് ഈ തീരുമാനം മുന്നോട്ടെടുത്തു വെച്ചത് AK ആന്റണിയുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി എന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ പരക്കെ പാഞ്ഞു കയറുമ്പോൾ AK ആന്റണി റിപ്പോർട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പ്രതിച്ഛായ മാറ്റുന്നത് മതേതരത്വ മുഖത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടല്ല വേണ്ടത്, മറിച്ച് ഹിന്ദുത്വ സമീപനത്തിലൂടെ മുന്നോട്ട് പോയാൽ തന്നെ, തീവ്ര ഹിന്ദുത്വം മാറ്റിവെച്ച് മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ മുന്നോട്ട് പോയാൽ തന്നെ കോൺഗ്രസിന് വിജയം അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്നത് സംഘപരിവാറിന്റെ നേതാക്കന്മാരെയും സംഘപരിവാറിന്റെ അണികളെയും തൃപ്തിപ്പെടുത്താനുള്ളതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരീഷ് റാവത്തിനെ പോലെയുള്ള നേതൃത്വത്തെ ചോദ്യം ചെയ്ത് അണികൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ കോൺഗ്രസ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.